ഡിയസ് ഇറേ ഭൂതകാലത്തിൻ്റെയും ബ്രഹ്മയുഗത്തിൻ്റെയും ഒക്കെ സംവിധായകൻ രാഹുൽ സദാശിവൻ്റെ പ്രണവ് ചിത്രം ഡിയസ് ഇറേ കണ്ടു. ഒതുക്കത്തിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെയും കുറച്ച് ലൊക്കേഷനുകളും ഒക്കെ വെച്ച് 2 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യം വരുന്ന ടിപ്പിക്കൽ രാഹുൽ സദാശിവൻ ഹൊറർ പടമാകുന്നു ഡിയസ് ഇറേ. രോഹൻ എന്ന പണക്കാരനായ നായക കഥാപാത്രത്തെ പ്രണവ് ഭയവും ധാർഷ്ട്യവും ഒക്കെ ചേർത്ത് ഭംഗിയാക്കി. ആദ്യത്തെ 4 മിനിറ്റിനുള്ളിൽ തന്നെ നായകന്റെ സ്വഭാവം ചിത്രത്തിൽ വരച്ചിടുന്നുണ്ട്. ഒരു യുവതിയുടെ ആത്മഹത്യയിൽ നിന്ന് തുടങ്ങുന്ന പടം പിന്നീട് നീങ്ങുന്നത് ആ മരണത്തിന്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങൾ ബേസ് ചെയ്താണ്. മൊത്തത്തിൽ എല്ലായിടത്തും ഭയപ്പെടുത്തുന്ന തരം പടമല്ല, മറിച്ച് അനിവാര്യമായി വരുന്ന ഇടങ്ങളിൽ മാത്രം ചില രംഗങ്ങളും അതിനു ചേർന്ന BGM നൽകി സിനിമ അതിൻ്റെ മൂഡിൽ നിൽക്കുന്നു. ജിബിൻ ഗോപിനാഥും പ്രണവിൻ്റെ കൂടെ ത്രൂ ഔട്ടായി അൺഒഫീഷ്യൽ ജോൽസിൻ്റെ റോൾ ഭംഗിയാക്കി. രാഹുലിൻ്റെ മുൻ ചിത്രങ്ങളെപ്പോലെ മൊത്തം കറുത്ത ബാക്ക്ഗ്രൗണ്ടുള്ള പടമല്ല ഡിയസ് ഇറേ, മറിച്ച് ഒരു വെളിച്ചമുള്ള, അത്യാവശ്യത്തിന് കളറും ഉള്ള സിനിമയാകുന്നു ഇത്. ചിത്രത്തിൻ്റെ സ്വഭാവം കൊണ്ടും ടെക്നിക്കൽ വശം കൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രമാകുന്നു ഇത്. ഡിയസ് ഇറേ ഹൊറർ വശത്തേക്കാൾ പടത്തിൻ്റെ ഒരു ത്രില്ലിംഗ് സ്വഭാവമാണ് കൂടുതൽ ആകർഷിച്ചതും ഇഷ്ടപ്പെട്ടതും. ലവ്ഡ് ഇറ്റ്. നല്ല തിയേറ്ററും നല്ല ഓഡിയൻസും ആണെങ്കിൽ കിടിലൻ വൈബ് കിട്ടും.